കെ.പി.സി.സി നേതൃമാറ്റം ഉടൻ. കെ.പി.സി.സി അധ്യക്ഷൻ സ്ഥാനത്തു നിന്നും കെ. സുധാകരൻ മാറും. പകരക്കാരന്റെ പേര് തീരുമാനമായില്ല. ആന്റോ ആന്റണിയും സണ്ണി ജോസഫും പരിഗണനയിൽ. സംഘടനാ ചുമതലയുള്ള ദീപ ദാസ് മുൻഷി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് നേതൃമാറ്റം അറിയില്ലെന്ന് കെ. സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മാറാൻ ആരും പറഞ്ഞിട്ടില്ല. സ്ഥാനം മാറേണ്ട കാര്യമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അല്പസമയങ്ങൾക്ക് മുമ്പാണ് കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം, തന്നോട് ആരും ഇതുവരെയായും കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറി നിൽക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അത്തരത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂർ സമയം മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ കെ.പി.സി.സി നേതൃസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പകരം തന്നെ യാത്രയാക്കിയത് തോളിൽ തട്ടിയായിരുന്നു. ഇവിടെ തനിക്കെതിരെ ചില പ്രചാരണങ്ങൾ പുറത്തേക്ക് വരുന്നു. താൻ അസുഖബാധിതനാണ്, അല്ലെങ്കിൽ തന്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന തരത്തിലൊക്കെയുള്ള ചില വാഗ്വാദങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല. എന്തായാലും മാറണം എന്നാവശ്യപ്പെട്ടാൽ താൻ മാറും. നിലവിൽ കെ.പി.സി.സി അധ്യക്ഷ പദവിയിൽ നിന്നും ഒഴിഞ്ഞുനിൽക്കുവാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കെ. സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെയും ഇത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് കെ. സുധാകരൻ നടത്തിയിട്ടുള്ളത്. അതേസമയം ഇന്നലെ അല്ലെങ്കിൽ മെയ് 2-ാം തീയതിയാണ് കെ. സുധാകരനെ അടിയന്തരമായി ഡൽഹിയിലേക്ക് എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിപ്പിച്ചത്. അതിൽ പ്രധാനമായും ഏകദേശം 2 മണിക്കൂറോളം ചർച്ച നടന്നിരുന്നു. 2 കാര്യങ്ങളിലാണ് ചർച്ച നടന്നിരുന്നത്. നേരത്തെ ജനുവരി മാസത്തോടുകൂടി തന്നെ ഇവിടെ ഒരു വലിയ തരത്തിലെ രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഒപ്പം കെ.പി.സി.സി നേതാക്കന്മാരുടെ യോഗവും വിളിച്ചിരുന്നു. അന്ന് ദീപദാസ് മുൻഷിയാണ് ആ യോഗം വിളിച്ചു ചേർത്തത്. നേതാക്കന്മാരെ കൂട്ടമായും ഒപ്പം ഒറ്റയ്ക്കെത്തിച്ചും കണ്ട് കെ.പി.സി.സി അധ്യക്ഷ പദവിയെ കുറിച്ചുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ 40% നേതാക്കന്മാർക്കും കെ. സുധാകരനെ ഈ പദവിയിൽ നിന്നും ഒഴിവാക്കണം, കാരണം കുറച്ചുകൂടി ശക്തനായ ഒരു നേതാവ് വരണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ റിപ്പോർട്ട് എ.ഐ.സി.സിക്ക് മുമ്പിലേക്ക് ദീപദാസ് മുൻഷി തന്നെ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ അദ്ദേഹത്തിന് കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനത്ത് പിന്മാറ്റാൻ കഴിയുമോ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചർച്ചകളും നടത്തിയിരുന്നു. എന്നാൽ നിലവിൽ നമുക്ക് പുറത്തുവരുന്ന വിവരമനുസരിച്ച് കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് മറ്റൊരാളെ കണ്ടെത്തുന്നവരെ തുടരാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായവുമായി പാർട്ടി വല്ലാതെ അകലുന്നു എന്ന തരത്തിലുള്ള പരാതി തന്നെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ഇത്തരത്തിൽ ഒരു പരാതിയായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നേതൃമാറ്റം, അതായത് കെ.പി.സി.സിയിൽ ഒരു പൂർണ്ണ തോതിലുള്ള പുനഃസംഘടന ആവശ്യമാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു വിഭാഗം നേതാക്കന്മാർ മല്ലികാർജ്ജുന ഖാർഗെക്ക് എ.ഐ.സി.സി അധ്യക്ഷന് അന്ന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെയ് 2-ാം തീയതി നടന്ന കൂടിക്കാഴ്ച. ഏകദേശം 2 മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചക്കൊടുവിൽ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരികയായിരുന്നു. മറ്റ് പി.സി.സി അധ്യക്ഷന്മാരോടൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് ഒരു അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ എ.ഐ.സി.സി അധ്യക്ഷൻ പി.സി.സി അധ്യക്ഷന്മാരെ വിളിച്ചു ചേർക്കാൻ. ഇവിടെ കെ. സുധാകരനെ മാത്രമാണ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് വളരെ താമസമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള വിവരം തന്നെയാണ്. എന്നാൽ ഇത്തരം വാദഗതികളെ എല്ലാം തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആണ് കെ. സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരരംഗത്തേക്ക് പോയപ്പോഴേക്കും കണ്ണൂരിലെത്തിയപ്പോഴേക്കും കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി എം.എം ഹസനായി ചുമതലയേൽപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം തിരിച്ചെത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. കാരണം എം.പി ആയ സാഹചര്യത്തിൽ അദ്ദേഹം തിരിച്ചെത്താൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അദ്ദേഹം വലിയ തരത്തിൽ സമ്മർദ്ദം എ.ഐ.സി.സിയിൽ നടത്തിയതിനു ശേഷമാണ് വീണ്ടും കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങിയെത്തത്. അത്തരത്തിൽ ചില ചർച്ചകൾ അത് പിന്നീട് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു എങ്കിൽ പോലും വീണ്ടും ഈ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റണം എന്ന ഒരു നിർദ്ദേശം തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നു. എന്നാൽ ഈ വാദഗതികളെ എല്ലാം തന്നെ തള്ളിപ്പറയുകയാണ് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ. തനിക്കെതിരെ ഒരു നേതാവ് പോലും ഇതുവരെയായി ബിനോയ് ഒന്ന് ഇടപെടുകയാണ്. കെ.പി.സി.സി അധ്യക്ഷൻ സുധാകരന്റെ ഒരു പ്രതികരണവും കൂടി വരുന്നുണ്ട്. അതിനുശേഷം മടങ്ങിയെത്താം. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല.
മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഡൽഹി നടന്ന ചർച്ചയിൽ താങ്കളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയം ചർച്ച ഒരു ചർച്ചയും നടന്നിട്ടില്ല. താങ്കളുടെ അനാരോഗ്യം ആണ് പ്രശ്നം? അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അനാരോഗ്യം ഉണ്ടെന്ന് കേസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതുകൊണ്ടെങ്കിൽ മരുന്ന് കഴിക്കുമല്ലോ. ഇപ്പോൾ ഈ ഡൽഹിയിൽ ദേശീയ അധ്യക്ഷനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും സമ്പന്ന നേതാവായ രാഹുൽ ഗാന്ധിയുമായി അങ്ങ് ചർച്ച നടത്തുന്നു. മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത്? കേരളത്തിലെ ഒരു നേതൃമാറ്റമാണോ ചർച്ച ചെയ്തത്? കേരളത്തിന്റെ രാഷ്ട്രീയം, വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ, അസംബ്ലി, പാർലമെന്റ്. ഈ പല പേരുകളും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പുതിയ KPCC പ്രസിഡന്റ് ആകും എന്നുള്ള നിലയിൽ ആന്റോ ആന്റണിയുടെ പേര് പറയുന്നു, സണ്ണി ജോസഫിന്റെ പേര് പറയുന്നു. ആയിക്കോട്ടെ, എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത്? അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കണ്ടേ? ഞാൻ കേസിന് ഈ പാർട്ടിയെ പറ്റി നല്ല ബോധ്യമുള്ളതല്ലേ? നല്ല ബോധ്യമുള്ളതുകൊണ്ടല്ലേ ഈ പറഞ്ഞത്. നല്ല ബോധ്യമുള്ളത് കൊണ്ടാ പറഞ്ഞത്. നിങ്ങളാണത് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളോട് ആര് പറഞ്ഞു അവർ നേതാക്കന്മാരാണെന്ന്? അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോ ഇനിയിപ്പോ കേസിനോട് മാറാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് തന്നെയല്ലേ ഇടപെടുന്നത്? അങ്ങനെ ഒരു പരാതിയുണ്ടോ? അത് ഹൈക്കമാൻഡോട് ഞാൻ ആവശ്യപ്പെടാം. കേരളത്തിൽ നിന്നും സംഘടനാ ചുമതലയുള്ള AICC അങ്ങനെ പരാതിയുണ്ടോ? അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരെ ദുർബലരാക്കൂലേ? അങ്ങനെ ഒരു പ്രചരണം ശരിയല്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണം അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അത് പ്രാവർത്തികമാവും. അങ്ങ് പറയുന്നു ഇതുവരെ അങ്ങയോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല, KPCC പ്രസിഡന്റ് സ്ഥാനം മാറുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ തുടരുമെന്ന് ഒറ്റ പ്രഖ്യാപനം കൊണ്ട് തന്നെ ഈ വാർത്തയും ചർച്ചയൊക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അത് ചെയ്യുന്നില്ലല്ലോ ഹൈക്കമാൻഡ്. അത് നിങ്ങൾ അവിടെ പോയി ചോദിക്കുക. എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? ഹൈക്കമാൻഡിലെ ഏറ്റവും വലിയ പവർഫുൾ നിങ്ങൾ പോയി അഖിലേന്ത്യാ പ്രസിഡന്റോട് പോയി ചോദിക്കും. ഡൽഹിക്ക് പോകും അടുത്ത ഫ്ലൈറ്റിന്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് വല്ല പ്ലാനുണ്ടോ സുധാരണ മാറ്റാൻ? പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല. ബിനോയ്, ഇപ്പോൾ സുധാകരന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് KPCC അധ്യക്ഷ സ്ഥാനം മാറാനായിട്ട് അദ്ദേഹത്തോട് ആരും പറഞ്ഞിട്ടില്ല. മാറിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് അത്തരമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചോദ്യം ഉയർന്നപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താൻ മരുന്ന് കഴിക്കില്ലേ എന്നാണ് അദ്ദേഹം മറുപടിയായിട്ട് തിരികെ ഒരു ചോദ്യം ചോദിച്ചത്. അതുപോലെ തന്നെ പുതിയ പേരുകൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന്, അത് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ സുധാകരന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സുധാകരനോട് മാറണം എന്നുള്ള ഒരു തരത്തിലെ ചർച്ച AICCയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ AICC നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം തന്നെ. കാരണം ഇപ്പോൾ ഒരിക്കൽ കൂടി കോൺഗ്രസിനെ അദ്ദേഹം വെട്ടിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെയും ഇത്തരത്തിൽ അദ്ദേഹത്തെ മാറ്റുന്നതിന് വേണ്ടി തീവ്രമായ ചർച്ചകൾ പല ആവർത്തി നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ താൻ നിലപാട് വ്യക്തമാക്കിയാണ് സുധാകരൻ തിരിച്ചുവന്നത്. കുറച്ചു സമയം കൂടി തനിക്ക് KPCC അധ്യക്ഷനായി തുടരണം എന്ന ആവശ്യം ഉന്നയിക്കും. തൽക്കാലം അദ്ദേഹത്തെ പിണക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഇല്ല എന്ന് AICC നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം നടന്ന ചർച്ച വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം അടിയന്തരമായ ഒരു UDF യോഗം മെയ് 2-ാം തീയതി കോഴിക്കോട് നടക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും അതിൽ പ്രത്യേകിച്ചും PV അൻവറിനെ പോലുള്ള ഒരു നേതാവിനെ അയാളുടെ പാർട്ടിയൊക്കെ UDFിൽ ഉൾപ്പെടുത്തണമോ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച നടത്തേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ഡൽഹിയിലെത്തുകയും AICC അധ്യക്ഷന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. ഏകദേശം 2 മണിക്കൂറിലധികം ചർച്ച നടത്തി. അത്തരം ചർച്ചകളിൽ എന്തായാലും ഒരു കാരണവശാലും ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും ഒരു പുനഃസംഘടന അപ്പുറത്തേക്കും കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു കാര്യം അദ്ദേഹം പറയുന്നത് കേരള രാഷ്ട്രീയമാണ് ചർച്ച ചെയ്തത്. കേരളത്തിലെ സമീപകാല സംഭവ വികാസങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ വലിയ തരത്തിൽ ചർച്ചയായത് കേരളത്തിലെ പാർട്ടിയുടെ പുനഃസംഘടന തന്നെയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന സൂചനകളാണ് AICC വൃത്തങ്ങൾ നൽകുന്നതും. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം തന്നോട് ആരും മാറാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലൊരു മാറ്റം ഉള്ളതിനെ കുറിച്ച് തനിക്ക് അറിയത്തില്ല. ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തതയില്ല.
ഇത്തരം കാര്യങ്ങൾ, അതായത് ഇതുവരെ മാധ്യമങ്ങളിലും മറ്റ് AICC വൃത്തങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു വിസമ്മതം അദ്ദേഹം AICC നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. കാരണം വരാൻ പോകുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഇത്തരത്തിൽ 3 വെല്ലുവിളികൾ കോൺഗ്രസിന് മുന്നിൽ ഇരിക്കുമ്പോഴേക്കും താൻ തുടരുന്നത് നന്നായിരിക്കും, തനിക്കെതിരെ പരാതികൾ പ്രത്യക്ഷത്തിൽ ഇല്ല എന്നുള്ളൊരു അവകാശവാദം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ പ്രതികരണത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും താൻ മാറുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് AICC വൃത്തങ്ങളോട് പോയി ചോദിക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും തനിക്ക് ഇപ്പോൾ ഈ പദവിയിൽ നിന്ന് മാറുന്നതിന് ഉള്ള താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അല്ലെങ്കിൽ കെ സുധാകരന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് ഒരിക്കൽ കൂടി കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് UDF ഘടകകക്ഷിയിൽപ്പെട്ട നേതാക്കന്മാർ തന്നെ ഈ KPCC പുനഃസംഘടനയും KPCCക്ക് അകത്തും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഉള്ളിലും നിലനിൽക്കുന്ന പടലപ്പിണക്കലങ്ങളും വിഴുപ്പലക്കലുകളും പൂർണ്ണമായും ഒഴിവാക്കിയില്ല എങ്കിൽ മറ്റു നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്ന തരത്തിൽ ചില നിലപാടുകൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് AICC നേതൃത്വം നേരിട്ടെത്തി കേരളത്തിലെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടാണ് AICC സെക്രട്ടറിയും ഒപ്പം കേരളത്തിന്റെ ചുമതല കൂടിയുള്ള KPCC നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന വാർത്തകൾക്ക് പിന്നാലെ പ്രതികരണവുമായി കെ സുധാകരനാണ് രംഗത്തെത്തിയിരിക്കുകയാണ്. തനിക്ക് രാഷ്ട്രീയം അനാരോഗ്യമുണ്ടെങ്കിൽ താൻ മരുന്ന് കഴിക്കില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ല എന്നും സുധാകരൻ പറഞ്ഞു. ആരും പറയാത്തിടത്തോളം സ്ഥാനം മാറേണ്ട കാര്യമില്ലെന്നും ഡൽഹിയിൽ ചർച്ച ചെയ്തത് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പുതിയ പേരുകൾ എവിടെ നിന്ന് വന്നു എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് മാധ്യമങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ തൻ്റെ അടുത്ത് ആരും മാറാൻ പറഞ്ഞിട്ടില്ല, ഹൈക്കമാൻഡ് തീരുമാനമാണ്, ഹൈക്കമാൻഡ് തീരുമാനിച്ച് മാറാൻ പറയുകയാണെങ്കിൽ താൻ മാറും, അല്ലാത്തടത്തോളം അദ്ദേഹം സ്ഥാനത്ത് നിന്നും മാറില്ല എന്നുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡി ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്.